ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യ തോറ്റിരിക്കുകയാണ്. ഇന്ത്യക്ക് ഇത് നാണക്കേടാണ്. ശ്രീലങ്ക ഇന്ന് 240 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ഇന്ത്യക്ക് ജയിക്കാൻ സാധിച്ചില്ല. രോഹിത് ശർമ്മ എന്ന ഓപ്പണിംഗിൽ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. എന്നിട്ടും ഇന്ത്യ കളി തോറ്റു. ഇന്ന് ഇന്ത്യ തോറ്റ ശേഷം കോച്ച് ഗൗതം ഗംഭീർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രോഹിത് ഔട്ടായ ശേഷം ഇന്ത്യയുടെ വിക്കറ്റുകൾ ചറപറ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇതുപോലത്തെ മോശം കളി ഇന്ത്യ കാഴ്ചവെക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഇന്ന് ഇന്ത്യ തോറ്റ ശേഷം കോച്ച് ഗൗതം ഗംഭീർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ ഒരു ഇന്ത്യൻ ടീമിനെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഇന്ത്യ ഇത്രയും മോശം കളി കാഴ്ചവെക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആദ്യത്തെ കളി സമനിലയായപ്പോൾ അത് ഇന്ത്യയുടെ സ്റ്റാർട്ടിങ്ങിലെ ട്രബിളാണെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഇപ്പോൾ എനിക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി. ടീമിലെ താരങ്ങളെ മാറ്റേണ്ടിയിരിക്കുന്നു. കീപ്പറായിട്ട് രാഹുലിനെ വെച്ചപ്പോൾ എനിക്ക് ചില പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ രാഹുൽ ഡെക്കിലാണ് പുറത്തായിരിക്കുന്നത്. അതുപോലെ ശിവൻ ദുബെയും ഡെക്കിൽ പുറത്തായി. കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിക്കണം. ഇല്ലെങ്കിൽ ഇന്ത്യക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ രോഹിത് ശർമ്മ മാത്രമാണെന്ന് നന്നായിട്ട് കളിച്ചത്. 100 റൺസിൽ ഒരു വിക്കറ്റ് പോയ ഇന്ത്യയാണ് ഇതുപോലെ നാണം കെട്ട് തോറ്റിരിക്കുന്നത്. ഇന്ത്യൻ ടീമിൽ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരും. ഈ ഒരു ശ്രീലങ്കൻ ഏകദിനത്തിൽ മോശം കളി കാഴ്ചവെക്കുന്നവരെ അടുത്ത ഏകദിന സീരീസിൽ പരിഗണിക്കില്ല. പുതിയ താരങ്ങൾക്ക് അവസരം കൊടുക്കും. സഞ്ജു, ഇഷാൻ പോലുള്ള താരങ്ങളെ ഏകദിനത്തിലേക്ക് തിരിച്ചു വിളിക്കും. തെറ്റുകൾ കണ്ടെത്തി ഞങ്ങൾ അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് ഗൗതം ഗംഭീർ വ്യക്തമാക്കി. ആദ്യത്തെ ഏകദിനം സമനില, രണ്ടാമത്തെ ഏകദിനത്തിൽ ഇന്ത്യ തോറ്റിരിക്കുകയാണ്. ഇന്ത്യക്ക് എന്താണ് പറ്റിയതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. അതുപോലത്തെ മോശം കളിയാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത്. ഈ ടീമിനെ കൊണ്ട് ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ പോയാൽ ഇന്ത്യ ഉറപ്പായിട്ടും തോൽക്കും. ശ്രേയസൊക്കെ വളരെ മോശം ബാറ്റിംഗ് ആണ് കാഴ്ചവെക്കുന്നത്. രാഹുലിനെ കീപ്പിങ്ങിൽ നിന്ന് മാറ്റി സഞ്ജുവിനെ കൊണ്ടുവരണമെന്നാണ് ആരാധകർ പറയുന്നത്. സഞ്ജു അവസാന ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. രോഹിത് ഇന്ന് ഇത്ര മികച്ച രീതിയിൽ ഓപ്പൺ ചെയ്തിട്ടും ഇന്ത്യൻ ടീമിനെ ജയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഏകദിനത്തിൽ രാഹുലിനെ ഒഴിവാക്കി സഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവരണമോ? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.